ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ട്രെൻഡിങ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിലെല്ലാം ട്രെൻഡായിട്ടുള്ള ബ്ലാങ്ക് സ്പേസ് കേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡി കേക്ക് അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു കേക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചോര തുപ്പണ കേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാനില സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല, കാരണം നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്ന രീതിയിലാകുമ്പം ഫില്ലിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനെ ഹാർട്ട് ഷേപ്പിലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് കേക്കിനെ എങ്ങനെ ഹാർട്ട് ഷേപ്പ് ചെയ്യാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം റൗണ്ട് ഷേപ്പിനെ നമ്മൾ സെൻറ്റർ എടുത്തു, എന്നിട്ട് കോർണറായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ ഹാർട്ടിൻ്റെ ആ ഒരു എന്താ പറയുക വാൽഭാഗമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ 3 ലെയറായി കട്ട് ചെയ്തു. അതുപോലെ തന്നെ നേരത്തെ പീസാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിനെ ഓരോന്നിനും 3 പീസായിട്ട് തന്നെ കട്ട് ചെയ്യണുണ്ട് കേട്ടോ. 3 ലെയറായിട്ട് തന്നെ കട്ട് ചെയ്യണുണ്ട്. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം ഐസിങ് ചെയ്യാൻ. അപ്പോൾ ഇത് ഐസിങ് ചെയ്ത് ക്രം കോട്ട് ചെയ്തതിൻ്റെ ശേഷം വേണമെങ്കിലും കട്ട് ചെയ്യാം. പിന്നെ ഫസ്റ്റിന് ഞാനിത് കട്ട് ചെയ്യുന്നത് ഒന്നുകൂടി ഈസി അല്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്രം കോട്ട് ചെയ്തിട്ട് ചെയ്യണമായിരിക്കും ഇതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തു. അതിൻ്റെ ശേഷം ഒരു ലെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനെ ജോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പീസിനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിന് നമ്മളിപ്പം കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രം കോട്ടിങ്ങിൻ്റെ സമയത്ത് മാത്രം എഡ്ജ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കർവായിട്ട് വന്ന ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഹാർട്ട് ഷേപ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, ഏത് ഷേപ്പിലും ചെയ്യാം. പക്ഷെ ഒന്നുകൂടി നല്ലത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 2nd ലെയർ വെച്ചു. പിന്നെ 3rd ലെയർ വെച്ചതിൻ്റെ ശേഷം ക്രം കോട്ട് ചെയ്യണം. അപ്പോൾ ഈ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു കർവായിട്ടുള്ള ഭാഗമല്ലേ, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഹാർട്ട് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ കട്ട് ചെയ്തിട്ട് വേണം ക്രം കോട്ട് ചെയ്യാൻ. അപ്പോൾ മുന്നേ ചെയ്ത ഡീറ്റെയിൽ വീഡിയോയിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു എഡ്ജ്, ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ കറക്റ്റ് ഹാർട്ട് ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ക്രം കോട്ട് ചെയ്തതാണ്. അപ്പോൾ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇത് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കുക. ഇനിയിപ്പോൾ കട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് തന്നെ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ ചേർത്തിട്ട് ഷുഗർ നന്നായിട്ട് തിളച്ചിട്ടൊന്ന് എന്താ പറയുക മെൽറ്റായി വരട്ടെ കേട്ടോ. സിറപ്പും അല്ല, എന്നാലോ എന്താ പറയുക ഒരു നൂൽ പരുവെന്ന് പറയില്ല, ആ രീതിയിലൊന്നും ആവരുത് കേട്ടോ. കുറച്ചൊരു കട്ടി ഉണ്ടാവണം, സിറപ്പിനെ പോലെ ലൂസായി പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം ഇതിനെടുക്കാൻ. അപ്പോൾ 1/4 കപ്പിലേക്ക് 1/4 കപ്പ് ഷുഗർ, 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് ഷുഗർ ചേർത്താൽ മതി. അതൊന്ന് നന്നായിട്ട് മെൽറ്റായതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. മാജിക് കളേഴ്സിൻ്റെ റെഡാണ് കേട്ടോ. നല്ല ബ്ലഡിൻ്റെ ആ ഒരു കളറ് കിട്ടണം. അപ്പോൾ അത്യാവശ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ചൂടൊന്ന് ആറുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നൂൽ പരുവം ഒരിക്കലും നമ്മൾ ഈ ഇതിൽ വെച്ചിട്ട് തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ ആക്കരുത്, വറ്റിച്ചെടുക്കരുത് എന്ന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. ഇപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്കിനെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണം ബ്ലഡ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലഡ് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് കേക്കിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് അബ്സോർബ് ചെയ്ത് പോവുകയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുത്തി കൊടുക്കുന്ന ടൈമിൽ ഇത് പൊട്ടി വരണം. അപ്പോൾ ഒരു ബലൂണിലാണ് നമ്മൾ ഈ ഒരു ബ്ലഡ് നിറച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ബലൂണ്, സാധാ ബലൂണില്ലേ, ആ ബലൂൺ എടുക്കുക. എന്നിട്ട് അതിനകത്ത് നിറച്ച് കൊടുത്തതിൻ്റെ ശേഷം കെട്ടി കൊടുക്കുക. എന്നിട്ട് അത് വേണം ഇതിനകത്തേക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇറക്കി കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേക്കിനേക്കാളും ഹൈറ്റ് വരാൻ പാടില്ല ബലൂണിന്. അപ്പോൾ ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ക്രീം കൊടുത്തിട്ടൊന്ന് എന്താണ് പറയുക ഒന്ന് ഫിനിഷാക്കി കൊടുക്കണുണ്ട് കേട്ടോ. ആ ബലൂൺ ഇരിക്കാൻ ഒരു ഇതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ആ സ്പഞ്ച് കാണുന്നതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി
ഇതിനകത്തേക്ക് ഇതുപോലെ ബലൂണിൽ നിറച്ചിട്ടുണ്ട്. ഇത്രയും നിറച്ചാൽ മതി. ഇനിയിപ്പോൾ കൂടുതൽ നിറച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ ബലൂണിനകത്ത് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ വെച്ച് കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് താഴ്ന്നിരുന്ന് പോയാലും ബുദ്ധിമുട്ടാണ്. ഒപ്പം ഒരേ ലെവലിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ താഴ്ന്ന് പോവുകയാണെങ്കിൽ ഉള്ളിൽ ചെറിയൊരു സ്പഞ്ച് കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഹൈറ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ബലൂണിനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ബലൂണിനകത്ത് നിറയെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുത്തണ സമയത്ത് ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് വരും. ഇതിപ്പോൾ കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അതിനനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതിപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാണ്. ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ മാർക്ക് കാണുന്നത് ഒന്നുകൂടി നന്നായിരിക്കും. കാരണം അത് കുത്തുന്ന സമയത്ത് അത് എവിടെയെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിന് ചെറിയൊരു അടയാളം ഉണ്ടാവണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഓർഡർ വരുന്ന സമയത്താണെങ്കിലും അത് നമുക്ക് കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഓർഡർ വരില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പം ബ്രേക്കപ്പ് ആയവർക്കും ചിലവർ അങ്ങനെ ഓർഡർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ട്രെൻഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഒരു മാർക്കായിട്ട് അവിടെ കാണുന്നുണ്ട്. അത് അവിടെ നിന്നോട്ടെ. ഇനി ഞാൻ ക്രീം അവിടെ അപ്ലൈ ചെയ്യണില്ല കേട്ടോ. നമുക്ക് കുത്തി കൊടുക്കുന്ന സമയത്ത് കാണണമല്ലോ. അങ്ങനെ ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം ടോപ്പിലായിട്ട് ചെറിയ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നോസിൽ വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ കൊടുക്കണുള്ളൂ. സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് വരണം. അപ്പോൾ ഒരുപാട് ഡെക്കറേഷനൊക്കെ ആകുമ്പോൾ ആ ബ്ലഡ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ഡെക്കറേഷനാണ് ഇതിനൊന്നുകൂടി നല്ലത്. അങ്ങനെ താഴെ ഭാഗത്തും ഈ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിപ്പോൾ കൂളാവാൻ വേണ്ടിയിട്ട് വെക്കണില്ല. കാരണം ഉള്ളിൽ പഞ്ചസാരൻ്റെതായതുകൊണ്ട് ചിലപ്പോൾ തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കൂളാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ അത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ 2 കാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. അതൊന്ന് കത്തിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്യാം. എങ്ങനെ വരുന്നതെന്നുള്ളതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ഞാനൊന്ന് എന്താ പറയുക പൊട്ടിച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ റീലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് റീല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കേക്ക് പുതിയ ട്രെൻഡായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ റീല് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതാ ബ്ലഡ് കുത്തിയ സമയത്ത് പുറത്തേക്ക് വന്നു. ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ബലൂണ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കൂടുതൽ ക്രീം മുകളിൽ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ ബ്ലഡ് തൂറ്റി വരുന്ന പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനലായിട്ടുള്ള ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്